ഹായ് ഹലോ. അപ്പോൾ കുറേ ദിവസമായി ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട് ഇന്ന് അത്ര വലിയ ലോങ് ഒന്നുമല്ല, എന്നാലും ചെറിയൊരു ലോങ്ങാണ്. ഇന്ന് പറശ്ശിനി പോവാണ് കേട്ടോ. അതാ ഞാനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഏട്ടനുണ്ട്, മക്കളുണ്ട്, ചേച്ചിയുണ്ട്, കുട്ടികളുണ്ട്, അവരൊക്കെ ഉണ്ട്. അച്ഛനിതാ മുന്നിൽ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറശ്ശിനിയിലെത്തിയിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്താണ് പറശ്ശിനിയെങ്കിലും ഞാനിപ്പോൾ മാഹിന്നാണ് കേട്ടോ വരുന്നത്, അതായത് ഏട്ടൻ്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ പറശ്ശിനിയിലെത്തി 3 വർഷത്തിന് ശേഷം അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. വന്നപാടെ തന്നെ എന്നാൽ പറശ്ശിനിയിൽ വരണം എന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ. പക്ഷേ വന്നേരം തിരക്കിന് ഇങ്ങോട്ട് വരാനേ പറ്റിയില്ല. നമ്മൾ എത്ര ദൂരെ ആയി കഴിഞ്ഞാലും എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം വിളിക്കുന്നത് മുത്തപ്പനെയാണല്ലേ. നമ്മുടെ കണ്ണൂർക്കാരുടെ സ്വന്തം ദൈവം. കണ്ണൂർക്കാരുടെ മാത്രമല്ല, കണ്ണൂരിൽ നിന്ന് മാത്രമല്ലല്ലോ, കുറേ ദൂരത്ത് നിന്ന് വരെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അന്നൊരു എനിക്ക് തോന്നുന്നു ചൊവ്വാഴ്ച വ്യാഴാഴ്ചയോ മറ്റാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരു 10-10:30 ആകുമ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ മാഹിന്ന് വിട്ടായിരുന്നു. അപ്പോൾ ഇതാ കാലൊക്കെ കഴുകി മേലോട്ട് കയറുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഉള്ളിൽ നിന്ന് വീഡിയോസൊന്നും എടുത്തില്ല. അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു സന്തോഷം. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമായിരുന്നു അന്നത്തെ ദിവസം. ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടല്ലേ അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ കാലൊക്കെ കഴുകിയ ദേവൂട്ടിയും ഞാനും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുന്നേ ദേവൂട്ടി എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. വെള്ളത്തിനെ പറ്റി എന്തോ കാര്യമായിട്ട് പറയുകയാണ്. അങ്ങനെ ഞാൻ തൊഴുതു. പിന്നെ ബോട്ടിലൊന്നും പോയില്ല. ദേവൂട്ടി പറഞ്ഞത് ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ബോട്ടിൽ പോകാനായിട്ടോ ദേവൂട്ടി പറഞ്ഞത്. പക്ഷേ അന്ന് ഞങ്ങൾക്ക് മൃദംഗശൈലയിലും കൂടെ പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ബോട്ടിൽ പോകാൻ സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് തൊഴുതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ വ്യൂ ആണിത്. അങ്ങനെ എല്ലാവരും ചേർന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കഴിഞ്ഞ തവണ വന്നപ്പോൾ സമയത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ബോട്ടിൽ. അപ്പോൾ ഇപ്രാവശ്യം പോയില്ല. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് മുത്തപ്പനെ പ്രസാദം കഴിക്കുന്നുണ്ട്. ചോറ് കഴിക്കേണ്ട സമയമല്ല, പക്ഷേ പ്രസാദം കഴിക്കേണ്ട അവിടെ നിന്ന് വരാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇതാ ചായ കുടിക്കുന്നുണ്ട്. ഇവിടെ പയറും ചായയും പിന്നെ കഴിച്ചു. പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേറെ എവിടെയും നിന്നില്ല കേട്ടോ. നമ്മുടെ ഫാൻസി ഐറ്റംസ് ഒന്നും നോക്കാൻ നിന്നില്ല. കാരണം ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരണമായിരുന്നു, നമ്മുടെ മൃദംഗശൈലേശ്വരി ക്ഷേത്രം. അപ്പോൾ അവിടെ വന്നു. അവിടെയും ഉള്ളിൽ ക്യാമറ അലൗഡൊന്നുമില്ല. അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറുമ്പം ക്യാമറ ഓഫാക്കാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെയും വീഡിയോ എടുത്തില്ല. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ചെറിയൊരു ഫാൻസി കടയുണ്ട്. നമ്മുടെ കരിമ്പും തോട്ടത്തിൽ ആന കയറിയ പോലെയാണല്ലോ പെണ്ണുങ്ങൾ ഫാൻസി കയറി കഴിഞ്ഞാൽ. അപ്പോൾ നാട്ടിലേക്ക് വന്നിട്ട് ഞാൻ 2 ക്ലിപ്പ് വാങ്ങിയായിരുന്നു. വന്നേരം പിറ്റേ ദിവസം തന്നെ അത് എങ്ങോട്ട് പോയി ഏത് വഴിക്ക് പോയി എന്നറിയില്ല. അപ്പോൾ ഞാൻ ആദ്യം തപ്പിയെടുത്ത 2 ക്ലിപ്പാണ്. പിന്നെ കുറച്ച് ചില്ലറ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ചു. അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ സാധനത്തിന് പഞ്ഞില്ലല്ലോ. അങ്ങനെ ദേവൂട്ടി അച്ഛനെ സോപ്പ് അടിച്ച് എന്തൊക്കെയോ വാങ്ങിക്കുന്നുണ്ട്. ഞാൻ കുറേ ക്ലിപ്പും പിന്നെ കുറച്ച് ഹെയർ ബാൻഡും ഇവർക്ക് സ്കൂളിലൊക്കെ പോകാൻ വേണ്ടി ഹെയർ ബാൻഡൊക്കെ വാങ്ങി. എന്തായാലും അങ്ങോട്ട് കൊണ്ടുപോകണമല്ലോ എനിക്ക് പോകുന്ന സമയത്ത്. അവിടെയൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. കിട്ടിക്കഴിഞ്ഞാൽ നല്ല റേറ്റാണ് ഹെയർ ബാൻഡിനും ക്ലിപ്പിനൊക്കെ. അപ്പോൾ അതൊക്കെ വാങ്ങി. വാങ്ങുന്നതിൻ്റെ അടുത്ത് ദേവൂട്ടി എന്തൊക്കെയോ മാറി മാറി നോക്കുന്നുണ്ട്. അത്യാവശ്യം റേറ്റ് കുറവായിരുന്നു കേട്ടോ അവിടെ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഫാൻസിയിൽ ഞാൻ പൈസ ചോദിച്ചപ്പോഴും പറശ്ശിനിയിൽ ചോദിച്ചപ്പോഴും ഇവിടെ ഹെയർ ബാൻഡിനൊക്കെ നല്ല പൈസ കുറവായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി അടുത്തെത്തിയതാ നമ്മുടെ ഇളയമ്മേൻ്റെ വീട്ടിലാണ്, അതായത് അമ്മയുടെ അനിയത്തിൻ്റെ വീട്ടിലാണ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ നല്ല മിക്സറുണ്ട്, കേക്കുണ്ട്, പിന്നെ ലഡു ഉണ്ട്. വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ തന്നെ മാളു അതവിടെ നിർത്തി. ഇത് ഇളയമ്മേൻ്റെ മോനാണ് കേട്ടോ. അത് ഇളയമ്മക്ക് നടുവേനൊക്കെ ആയിട്ട് ബെൽറ്റൊക്കെ ഇട്ടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇളയമ്മ അങ്ങനെ ഇരിക്കുന്നുണ്ട്, ചായ കുടിക്കുന്നുണ്ട്, അച്ഛൻ കുടിക്കുന്നുണ്ട്, പാറു, അമ്മ, ചേച്ചി എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പം ഞാനെന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടീ കേക്ക് ഉണ്ടായിരുന്നു, അത് ഒരു ചായയിൽ മുക്കിയിട്ടൊരു കഴിച്ചിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഏട്ടനാണ് വീഡിയോ എടുക്കാൻ പറഞ്ഞത്, ഏട്ടനോടാണ് വീഡിയോ എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ വീഡിയോയിൽ പകുതി തലയും പകുതി മേലും ഒക്കെ കാണുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ കാലമായി ചായ ഇതേപോലെ കുടിച്ചിട്ട്. ചായ കുടിക്കാറേ ഇല്ല, വല്ലപ്പോഴേ ചായ കുടിക്കാറുള്ളൂ. അങ്ങനെ അവിടെ എത്തി ചായയൊക്കെ കുടിച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോഴാണ് ദേവൂട്ടിൻ്റെ ഫേവററ്റ് സാധനം വന്നത്. ഇതാ ലഡു കഴിച്ചു, ഒരു ലഡുവും കഴിച്ചു. അങ്ങനെ പിന്നെ പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. കുറേ കാലത്തിന് ശേഷം സാരി എടുത്താണല്ലോ, അപ്പോൾ അതിൻ്റെ ഷോ ഓഫാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ റീലാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചാനലുണ്ട് കേട്ടോ. നല്ല മ്യൂസിക്കൊക്കെ കൊടുത്ത് സ്ലോ മോഷനിൽ കൊടുത്തിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ദേവൂട്ടിയും ബിസിയായി. ദേവൂട്ടിക്ക് അവിടെ ഇളയമ്മേൻ്റെ മോൻ്റെ കൊച്ചുണ്ടായിരുന്നു, അവളോട് കളിപ്പാണ് കേട്ടോ. സൈക്കിളിൽ 2 ആളും കൂടി ചവിട്ടുന്നുണ്ട്. ദേവൂട്ടിയാണ് ചവിട്ടുന്നുണ്ടെങ്കിലും അവൾ പുറത്തുനിന്ന് ബാലൻസൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദേവൂട്ടിക്ക് അങ്ങ് വലിയ സൈക്കിളുണ്ട്, അതുകൊണ്ട് ദേവൂട്ടിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയാം. അപ്പോൾ വരുന്നവരെ അവളുടെ കൂടെ കളിയായിരുന്നു ദേവൂട്ടി. അപ്പോൾ നമ്മളൊക്കെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട്. ഇളയപ്പൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇളയപ്പനെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇളയപ്പൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട്
അങ്ങനെ ഇളയപ്പനെ വെയിറ്റ് ചെയ്തിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഇളയപ്പനൊക്കെ വന്ന് തിരിച്ചങ്ങോട്ട് വീട്ടിലെത്തിയ പാട് വരുന്ന വഴിക്ക് ഒരു പപ്സൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. എൻ്റെ വായിനെക്കാട്ടും വലിയ പപ്സ് എന്ന് പറയാം. പക്ഷെ ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. ആ വലിപ്പം മാത്രമേ ഉള്ളൂ. എന്താ പറയണ്ടേ, 5 പൈസ കൊള്ളാത്ത പപ്സായിരുന്നു. അങ്ങനെ പപ്സൊക്കെ കഴിച്ചു. രാത്രി അമ്മ മീൻകറി വെക്കുന്നുണ്ട്. അപ്പോൾ കണവയായിരുന്നു കേട്ടോ. കണവ ഞാനത് കുറേ നേരം ഒരു മണിക്കൂറൊക്കെ എടുത്തിട്ട് അത് മുറിച്ചെടുത്തു. അപ്പോൾ ഇതാ കണവ ഫ്രൈ ആക്കുന്നുണ്ട്. പിന്നെ മീൻകറി വെക്കാൻ വേണ്ടി ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയും